നമ്മുടെ ജീവിതത്തിലെ വഴക്കുകൾ, പിണക്കങ്ങൾ, ചില അകൽച്ചകൾ ഒരു യാത്ര കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ യാത്ര ചെയ്ത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. യേശു ആ സമരിയക്കാരി സ്ത്രീയോട് ദാഹജലം ചോദിക്കുമ്പോൾ സമരിയക്കാരി സ്ത്രീ കൊടുക്കുന്ന ഉത്തരവുണ്ട്. യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. ഈ ഉത്തരം കൊടുക്കണമെങ്കിൽ ഓർക്കണം, ഉള്ളിൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ അവർ തമ്മിലൊരു അകൽച്ചയുള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ചിന്തിച്ചു നോക്കി, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന എത്രയോ പേരുണ്ട്. അവിടേക്ക് ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ യാത്ര ഒരു അനുഗ്രഹത്തിൻ്റെയും അതുപോലെ തന്നെ സൗമ്യതയുടെയും ഒരു അനുനയത്തിൻ്റെയും യാത്രയാക്കി മാറ്റിക്കൂടെ എന്നുള്ളതാണ്. ഇങ്ങനെ അകറ്റി നിർത്താൻ എന്താണ് മറ്റുള്ളവർ ചെയ്തിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. ഈ യേശു ചെയ്ത അതേ യാത്ര തന്നെയാണ്. ആ പിണക്കത്തിൻ്റെ യാത്ര അവിടെ ഇല്ലാതായി തീരുകയാണ്, അവിടെ എല്ലാം അവസാനിക്കുക. നമ്മളൊന്ന് ചെന്നാൽ മതി. ഇവിടെ പ്രശ്നം എത്രയേ ഉള്ളൂ, അവൻ വരട്ടെ, അവള് വരട്ടെ, അല്ലെങ്കിൽ അവര് വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ആര് സോറി പറയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആദ്യം ആര് സംസാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു യാത്ര ചെയ്താൽ തീരാവുന്ന എന്തെങ്കിലും പിണക്കങ്ങളോ വഴക്കുകളോ കൊണ്ടുവന്ന് അതിന് എൻ്റെ സ്വാർത്ഥതകളും അഹങ്കാരങ്ങളും പിടിവാശികളും ഞാൻ പൊളിച്ചു കളയണം. എന്നാൽ ആ യാത്രയ്ക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റും. യേശു അതാണ് നമ്മളെ വിളിക്കുന്നത്. ആ കിണറ്റിൻകരയിലേക്കുള്ള യാത്ര, എൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്കുള്ള യാത്ര, എൻ്റെ ഭാര്യയുടെ അരികിലേക്കുള്ള യാത്ര, എൻ്റെ അയൽവക്കക്കാരുടെ അരികിലേക്കുള്ള യാത്ര, എൻ്റെ സഹോദരങ്ങളുടെ അരികിലേക്കുള്ള യാത്ര, എൻ്റെ കൂടപ്പിറപ്പുകളുടെ അരികിലേക്കുള്ള യാത്ര. ചിലപ്പോൾ അത്ര ആഴപ്പെട്ട സ്നേഹമായിരുന്നിട്ടുണ്ടാകാം. ഒരു വാക്കാകാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകാം, അല്ലെങ്കിൽ സ്വത്ത് വിഭജിച്ചതാകാം. ഇതായിരിക്കാം ഈ വഴക്കിൻ്റെ ആരംഭം. ആ വീട്ടിലേക്ക്, ആ വ്യക്തിയിലേക്ക് ഒന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പറ്റൂ. ഈ ദിവസങ്ങളിൽ ഞാൻ എടുക്കേണ്ട തീരുമാനതാണ്. വലിയ പുണ്യമൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുന്നു, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ ഒഴിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശൂന്യമായി കിടക്കുന്ന ഏതെങ്കിലും കിണറ്റിൻകരയുണ്ടെങ്കിൽ ആ കിണറ്റിൻകരയിലേക്ക് ഒരു യാത്ര ഞാൻ ചെയ്ത് നോക്കുകയാണ്. തീരാവുന്നതാണെങ്കിൽ തീർത്ത് കളയുക. മരിക്കുന്നതിന് മുമ്പ് ഒരു യാത്ര ഒന്ന് ചെയ്ത് നോക്കിയേ. ഒന്ന് ആത്മശോധന ചെയ്തേ. എവിടെയെങ്കിലും ആരെങ്കിലും എൻ്റെ ഒരു സംസാരത്തിന് വേണ്ടി, എൻ്റെ ഒരു യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ?